മഴക്കോള് മാനത്ത് കണ്ടതേ ഉള്ളൂ. എന്റെ അമ്മ ദേ ചൂലും എടുത്ത് പറമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ മൊത്തത്തിൽ അടിച്ചു വരെ തീടുവാണേ. ഇപ്പൊ പെയ്യൊന്നും പറഞ്ഞ ആർത്ത് ഉല്ലസിച്ച് വരുന്ന മഴ എന്റെ അമ്മയുടെ ഈ ഓടി നടന്നുള്ള തൂത്തുവാരിലും തുണി പറക്കി അകത്തിടലും ഒക്കെ കാണുമ്പോഴേ മഴ രാജിവെച്ച് അങ്ങോട്ട് പൊയ്ക്കോളും. പിന്നെ മഴ പെയ്യത്തുമില്ല. ഇന്നെന്തായാലും നല്ല ഇടിയും മിന്നലും മഴക്കോളും എല്ലാം ഉണ്ട്. ഋഷ്യശൃംഗം പാട്ടുപാടി മഴ പെയ്യിച്ചതുപോലെ എന്റെ മോന്റെ ഇവിടെ ഡാൻസ് ചെയ്ത് മഴ പെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ മഴ കാണാനിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര കാറ്റ്, ഡേഞ്ചർ. ഇഷ്ടംപോലെ മരങ്ങളുള്ളതുകൊണ്ട് അതുകൊണ്ട് പേടി. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. നല്ല അടിപൊളി ഒന്നാന്തരം ഒരു മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നേ. ചുറ്റിനും കാടും നല്ല ഒന്നാന്തരം ഇടിയും മിന്നലും മഴയും. അടിപൊളി വൈബല്ലേ. എന്നാ പിന്നെ ആ വൈബ് ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് തട്ടുകടയിലോട്ട് വിട്ടിട്ടുണ്ട്. രാത്രിയിലല്ല, വൈകുന്നേരം. ഇന്നലെ ഞങ്ങൾക്ക് ദോശ തരാതെ ചേട്ടൻ പറ്റിച്ച്. ഇന്ന് ഞങ്ങള് ചേട്ടന്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ടായാലും ദോശ കഴിച്ചിരിക്കും. അങ്ങനെ നല്ല ചൂട് തട്ട് ദോശയും നല്ല അടിപൊളി ആവി പറക്കുന്ന ചായയും, പിന്നെ ചമ്മന്തിയുണ്ട്, മുളക് ചട്നിയുണ്ട്, പപ്പടമുണ്ട്, രസവടയുണ്ട്, നല്ല അടിപൊളി ഓംലെറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ ഒരു പ്രത്യേകതയാണ് ചൂട് ചായയും ചൂട് ദോശയും ചമ്മന്തിയും രസവടയും മുളക് ചമ്മന്തിയും പപ്പടവും ഓംലെറ്റും. ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മഴയത്തൊരു പിടി പിടിച്ചാലുണ്ടല്ലോ, സ്വർഗം മാമാ സ്വർഗം. എന്നാ പിന്നെ ഞാൻ ഈ ചൂട് ഓംലെറ്റും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.